السلام عليكم ورحمة الله وبركاته. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على رسول العرب والعجم وعلى آله وصحبه الذين كانوا ذات للأمم أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ സഹപാഠി സുഹൃത്തുക്കളെ, വിദ്യാഭ്യാസം, വിദ്യാർത്ഥി, സമൂഹം. നോക്കൂ, ഈ മൂന്ന് വാക്കുകൾ പരസ്പരം അഭേദ്യമായ ബന്ധമുള്ള വാക്കുകളാണ്. വിദ്യാഭ്യാസം, വിദ്യാർത്ഥി, സമൂഹം എന്ന വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ തന്നെ സൂറത്ത് സുമറിലെ 9ാമത്തെ സൂക്തമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നബിയെ പറയുക, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? വിദ്യാഭ്യാസം ആർക്കും നേടാമെന്നും അതിന് വലിയവിനോ ചെറിയവിനോ പ്രായ വ്യത്യാസമില്ലെന്നും ഖുർആൻ പറയുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ വിളിച്ചോതുന്നത്. വിശുദ്ധ ഖുർആനിന്റെ അവതീർണം തന്നെ എങ്ങനെയാണ്? അത് വായയുടെ ആഹ്വാനമാണ്. നീ നിന്നെ സൃഷ്ടിച്ചവനായ അതിന്റെ നാമത്തിൽ വായിക്കുക. വായനയുടെ മഹത്വവും വിദ്യാഭ്യാസത്തിന്റെ മഹാത്മ്യവും ഈ സൂക്തത്തിൽ നമുക്ക് ബോധിപ്പിച്ചു തരുന്നു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ജ്ഞാനാർജനം ഓരോ വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ്. വിദ്യ നേടലും അതിനുവേണ്ടി പരിശ്രമിക്കലും ഓരോ വ്യക്തിയുടെയും ദീനി ബാധ്യതയോടൊപ്പം തന്നെ സാമൂഹിക ബാധ്യതയും കൂടിയാണ്. മനുഷ്യകുലം സമ്പാദിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യാഭ്യാസമാണ്. അതുപോലെ തന്നെ നാടിൻ്റെ സമൂഹത്തിൻ്റെ വിഭവങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ വിദ്യാർത്ഥികളാണ്. അവർ സമൂഹത്തിൻ്റെ പുരോഗതിയിലും സാംസ്കാരിക രൂപീകരണത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് സമൂഹത്തിൽ അരാജകത്വത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളൊന്നാണല്ലോ LGBTQ. ഇതൊരു കൂട്ടമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്ക് ശരിയായ വിദ്യാഭ്യാസം, ശരിയായ അറിവ് ലഭിക്കാത്തതിനാൽ മൈ ബോഡി മൈ ചോയ്സ് എന്ന പ്രമേയത്തിലൂടെ അരാജകത്വം സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സകല അരാജകത്വത്തിനും അധാർമികതക്കും മറുപടിയായി ഒന്നേ ഉള്ളൂ, അത് മതവിദ്യാഭ്യാസമാണ്. ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകൾ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിറകെ പോകുമ്പോൾ മതവിദ്യാഭ്യാസം കൂടി കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. ഇവിടെയാണ് MSMന്റെയും MGMന്റെയും സ്റ്റുഡന്റിന്റെയും ക്ലാസ്സുകളുടെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. ഓരോ ക്ലാസ്സുകളിൽ നിന്നും കിട്ടുന്ന അറിവുകൾ നാം ജീവിതത്തിൽ പകർത്തുകയും സമൂഹത്തിന് വേണ്ടപ്പെട്ട വിദ്യാർത്ഥികളായി മാറുകയും വേണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.